നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്രയും നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആലപ്പുഴ ജിംഖാന റഹ്മാൻ എന്നോട് പറഞ്ഞത് കംപ്ലീറ്റ് പുച്ഛം, അട്ടർ പുച്ഛമാണ്, ചേച്ചി ഒന്നും ഇടരുത്. അപ്പോൾ എനിക്ക് പൊതുവെ ഒരു വാത്സല്യം വരുന്നു മോനോടെ. മോൻ വന്ന് പറയുമ്പോൾ നമ്മളെ അറിയാതെ അയ്യോ മോനെ വരുന്നു, ചേച്ചി ഒന്നും വേണ്ട, ഒരുപാട് ഇടരുത്, ഒള്ളി പുച്ഛം, ചേച്ചിയുടെ അത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ ഓരോ സെറ്റും എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഡയറക്ടർ തന്നെ പല സ്ഥലത്തും പലതാ പറഞ്ഞു തരുന്നത്. അതൊക്കെ ഞാനിങ്ങനെ നമ്മളതിൻ്റെ കൂടെ വളരുന്നു, നമ്മളതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ക്രൈം ഫയൽസിൽ ഒരു എക്സ്പ്രഷനും പാടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്. അതുപോലെ പഠിച്ച് അത് തന്നെ, അതിനകത്ത് ഒരു വള്ളി പുള്ളി വിടരുത്. പിന്നെ പോലീസുകാരെ കാണുമ്പോൾ ചേച്ചിക്ക് അമിത ഭവ്യതയൊന്നും വേണ്ട. ജിസ് ജോയ് ആണ് എൻ്റെ ഒരു ഇവിടെ സിനിമയിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ട ഒരാൾ കേട്ടോ. അങ്ങനെയാണ് ഞാൻ മോളുടെ കൂടെ പോയിട്ട് മോളെ അഭിനയിക്കാൻ കൊണ്ടുപോയി അഭിനയിച്ച അമ്മയാണ് ഞാൻ. എനിക്ക് ഈ ഓഡിഷനിൽ കൂടെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളതിന് ആപ്റ്റാണെന്ന്, നമുക്കത് എന്തോ ചെയ്യാനുണ്ട് എന്ന് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ഘടകമാണ് ഈ ഓഡിഷനിലൂടെ കിട്ടുമ്പോൾ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മലയാളത്തിലെ ഒരു അടിപൊളി സുന്ദരി അമ്മക്കുട്ടിയാണ് ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം മഞ്ജുശ്രീ നായർ. മഞ്ജുജി നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയ സന്തോഷം പറയട്ടെ. ഏറ്റവും ലൈവായിട്ട് കേരള ക്രൈം ഫയൽസ് 2 ആലപ്പുഴ ജിംഖാനയും ഒക്കെ ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു സമയം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വളരെ സന്തോഷം റാണി വിളിച്ചപ്പോൾ വരാൻ കഴിഞ്ഞത്. ചേച്ചി, എനിക്ക് തോന്നുന്നു നമ്മൾ ചേച്ചി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചേച്ചി ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയിൽ ഒരു ക്യാരക്ടർ, അത് എപ്പോഴും ഇങ്ങനെ റീൽസ് ആയിട്ടും ഒക്കെ ഓടി നടക്കും. ഒരു രസികത്തി ഒരു അമ്മയാണ്. അത് ചേച്ചിയുടെയും ഏറ്റവും ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ഇപ്പോൾ അതായിരിക്കും തോന്നുന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും KCF 2 ഉണ്ട്, ഇന്ദ്രൻ സാറിന്റെ ഭാര്യയായിട്ട്, അതൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. അപ്പൊ അത് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ. ആലപ്പുഴ ജിംഖാന റഹ്മാൻ എന്നോട് പറഞ്ഞത് കംപ്ലീറ്റ് പുച്ഛം, അട്ടർ പുച്ഛമാണ്, ചേച്ചി ഒന്നും ഇടരുത്. അപ്പോൾ എനിക്ക് പൊതുവെ ഒരു വാത്സല്യം വരുന്നു മോനോടെ. മോൻ വന്ന് പറയുമ്പോൾ നമ്മളെ അറിയാതെ അയ്യോ മോനെ വരുന്നു, ചേച്ചി ഒന്നും വേണ്ട, ഒരുപാട് ഇടരുത്, ഒള്ളി പുച്ഛം, ചേച്ചിയുടെ അത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പുച്ഛത്തോടെ പുച്ഛം. ചിലപ്പോൾ അത് കുറഞ്ഞു പോയാൽ റഹ്മാൻ പറയും ഇച്ചിരി കൂടെ ഇടുക ചേച്ചി അങ്ങോട്ടെന്ന് പറയും. അങ്ങനെ ഞാൻ ചെയ്ത ക്യാരക്ടറാണ് ജിംഖാന. പക്ഷെ അത് അവരെ ബ്രീഫ് ചെയ്യുന്നതിൽ നമ്മൾക്കത് കിട്ടും. ആദ്യമൊന്നും അത്ര പറ്റിയില്ലെങ്കിലും പിന്നെ നമ്മളത് പിക്കപ്പ് ചെയ്ത് വരും. അതാണ് ജിംഖാന. പക്ഷെ നല്ല രസമായിരുന്നു അതിൻ്റെ ഷൂട്ട്. എല്ലാം കൊച്ചു പിള്ളേരാണല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ആവും. അപ്പോൾ അവർക്കൊപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അതൊരു നല്ല എക്സ്പീരിയൻസ്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഇന്ദ്രൻ ചേട്ടനിലേക്ക് പോകുന്നതിന് നസ്ലിൻ എന്ന് പറയുന്നത് ഒരു ഇപ്പം ഇന്നത്തെ ഒരു ഹീറോസിൽ ഭയങ്കരമായിട്ട് നമ്മൾ കൗതുകത്തോടെ നോക്കുന്ന ഒരുപാട് ആളുകൾ അഡ്മയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നസ്രീൻ നമുക്ക് അവനിങ്ങനെ അഭിനയിക്കുക എന്നൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല. വളരെ കാഷ്വലായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് ടെൻഷനായിരുന്നു. അയ്യോ അപ്പോൾ പറയുന്ന ഡയലോഗ്സാണ്, അപ്പോൾ വന്ന് പറഞ്ഞു തരുവാണ് ബ്രീഫ് ചെയ്യുക റഹ്മാൻ. അപ്പോൾ ഞാനതിങ്ങനെ പിക്കപ്പ് ചെയ്ത് ഞാനിങ്ങനെ ഓർത്തൊക്കെ വരുവാ, അയ്യോ ഇതിങ്ങനെ പറയണം, അത് വിട്ടുപോകരുത്, അത് ഒരു പോയിന്റും വിടരുത് എന്ന് പറഞ്ഞ് 2-3 സെൻറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ. പക്ഷെ നസ്റ്റിൻ വളരെ കൂളായിട്ടിരിക്കുന്നതാണ്. ഞാനപ്പോൾ വിചാരിക്കും ഇതെങ്ങനെ ഈ കുഞ്ഞിങ്ങനെ പറയുന്നത്. അത് ഞാൻ ആക്ഷൻ പറയുമ്പോൾ തന്നെ അവൻ ഭയങ്കര സ്പോട്ടിൽ എന്താണോ റഹ്മാൻ ഉദ്ദേശിച്ചത് അത് തന്നെ അവൻ അത് കൊടുക്കും. ഇനി അതില്ലെങ്കിൽ അത് കുറച്ചുകൂടെ വേണോടാ എന്ന് പറഞ്ഞാൽ മതി. അത് അങ്ങനെ തന്നെ, അത് എത്ര ഡോസ് വേണോ കയ്യിലുണ്ട്, അത് കറക്റ്റായിട്ട് ഇടും കേട്ടോ. അത് ഭയങ്കര, ഞാനത് ഇപ്പം എൻ്റെ കൂടെ അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റിനെയും ഞാൻ അങ്ങനെ നോക്കി കാണും. അതുപോലെ നസ്ലിൻ്റെ കൂടെ, അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരുപാട് അവന് നല്ലോണം കഴിവുണ്ട് അതങ്ങനെ ഇടാൻ. ഇത്ര മതി, ഇത്ര മതി, ഇത്ര കൂട്ടണോ, അതൊക്കെ കറക്റ്റായിട്ട് അത് വീഴും ആ കറക്റ്റ് പോയിന്റിൽ. കാരണം നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. നമുക്ക് റിപ്പീറ്റ് വാച്ച് പോലും ഭയങ്കര കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സംഭവം ഉണ്ട്. അതാ ചോദിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇന്ദ്രൻ ചേട്ടനിലേക്ക് പോകാൻ തോന്നുന്നു. അതെ അതെ, പോവാം. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ അതിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീരത്തില്ല നമ്മുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ അതിനകത്ത് ക്രൈം ഫയൽസിൽ ഒരു എക്സ്പ്രഷനും പാടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്. അതുപോലെ പഠിച്ച് അത് തന്നെ, അതിനകത്ത് ഒരു വള്ളി പുള്ളി വിടരുത്. പിന്നെ പോലീസുകാരെ കാണുമ്പോൾ ചേച്ചിക്ക് അമിത ഭവ്യതയൊന്നും വേണ്ട. അപ്പോൾ എൻ്റെ മനസ്സിൽ സ്ക്രിപ്റ്റ്
തലേദിവസം അയച്ചു തന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അയച്ചത്. ഞാൻ അവിടെ ട്രാൻഡ്രത്തായിരുന്നു ഷൂട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയ്യോ എനിക്കാരും അയച്ചു തന്നില്ലല്ലോ എന്ന് വളരെ കൂളായിട്ട് പറഞ്ഞു. ഈ വാട്സാപ്പിൽ ചിലപ്പോൾ ഈ നമ്പർ വരുമ്പോഴേ നമ്മൾ അവർ വിളിച്ചു പറഞ്ഞെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഞാനപ്പോൾ ഈ പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഒരു പേജോളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ സ്വന്തം പഠിക്കുവാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പോലീസുകാരനാണല്ലോ വരുന്നത്. അപ്പം ഞാൻ സാറിന് കൂട്ടിയിട്ട് ഞാനങ്ങ് സ്വന്തം ക്രിയേറ്റിവിറ്റി ഒക്കെ നടത്തി സ്ക്രിപ്റ്റിനെയൊക്കെ അങ്ങ് സംഭവമാക്കി വെച്ചേക്കും. അവിടെ ചെന്ന് ഷോട്ട് പറയുമ്പോഴത്തേക്കാണ് ഞാനിതിങ്ങനെ പറയുവാണ്. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി സാറൊന്നും ഒരിക്കലും വിളിക്കരുത്, ചേച്ചിക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു പോലീസുകാരൻ അത്രേ ചേച്ചിക്കുള്ളൂ, ചേച്ചിക്ക് ഭർത്താവിനെ പോലും അങ്ങനെയാണ് ചേച്ചി കാണുന്നത്. അപ്പോഴാണ് ചേച്ചി അങ്ങനത്തെ റോളാണ്. അപ്പോൾ ചേച്ചി ഒന്നും ഇണ്ടായിരുന്നു. പിന്നെ അമിതമായിട്ട് ഒരു ഭാവവ്യത്യാസവും മുഖത്ത് ഒരു എനിക്കാണെങ്കിൽ സ്വതവേ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര എക്സ്പ്രഷനാണ്. ഇപ്പം തന്നെ ഞാനൊന്ന് പിടിച്ചിരിക്കുവാണ്. കൈയും മുഖമൊക്കെ ഭയങ്കര എക്സ്പ്രസീവാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ സ്ട്രീം ലൈൻ ചെയ്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പാളിപ്പോവും, അത് നമ്മൾ ഓവറാക്കി കുളമാക്കി കളയും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അർജുൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ നോർമലായിട്ട് കഠിന പരിശ്രമം ചെയ്തിട്ടാണ് ഞാൻ അത്രയും വളരെ നോർമലായിട്ട് നിന്ന് സംസാരിക്കുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ ഓരോ സെറ്റും എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഡയറക്ടർ തന്നെ പല സ്ഥലത്തും പലതാണ് പറഞ്ഞു തരുന്നത്. അതൊക്കെ ഞാനിങ്ങനെ നമ്മളതിൻ്റെ കൂടെ വളരുന്നു, നമ്മളതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പം ഇത് പറയുമ്പോൾ ഇനി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ കൂടി നമ്മൾ ചേർത്ത് പറയണം. തീർച്ചയായിട്ടും പറയേണ്ടതാണ്. എന്താ വെച്ചാൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് എനിക്കൊരു മുഴുനീള ഒരു റോള് കിട്ടിയ ഒരു സീരീസാണത്. അതിനകത്ത് വിഷ്ണുവിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. വിഷ്ണു ഓഡിഷൻ ചെയ്യുന്നത് ഓഡിഷനായിരുന്നു. ഓഡിഷൻ ഞാൻ അയക്കുന്നു. അതിന് മുൻപ് വരെ ഞാൻ ചെയ്തതൊക്കെ 1-2 സീൻ അല്ലെങ്കിൽ 3 സീൻ അത്രയ്ക്കൊക്കെ. അങ്ങനെ ക്യാരക്ടർ റോൾ എന്ന് പറയാൻ ചെറിയൊരു സീൻ മാത്രമേ ഉള്ളൂ. ഇതിലൊരു അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെയാണ് ആ കഥ പോകുന്നത്. അവരുടെ ഒരു സ്വപ്നമാണ് ആ കഥ ഒരു മെജോറിറ്റി പറയുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെയിറ്റ് ആയിരുന്നു. പക്ഷെ എനിക്കതിന് ബോധമില്ല അത്രയും വെയിറ്റ് ഉള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് ഓഡിഷൻ ചെയ്യുമ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തു. അത് ഓക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ചെന്നിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. വിഷ്ണു ആ സ്ക്രിപ്റ്റ് പക്ക സ്ക്രിപ്റ്റാണ്. അത് വെച്ചിട്ട് ഫുൾ എന്നെക്കൊണ്ട് ചെയ്യുകയാണ് അത്. അപ്പം ഇതുപോലെ വിഷ്ണുവിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ ഒതുങ്ങി വരണമല്ലോ. അപ്പം വിഷ്ണുവിൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല ഞാൻ നോക്കുമ്പോൾ. അപ്പം എനിക്ക് ഓഡിഷന് എനിക്ക് ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങി. വിഷ്ണു ഇങ്ങനെ തന്നെ നിൽക്കുക ഞാൻ എന്ത് ചെയ്താലും. ചേച്ചി അത്ര വേണ്ട ചേച്ചി, ഇത്തിരി കൂടെ കുറച്ചോളൂ, ഇത്ര വേണ്ട ചേച്ചി. അത് പറയുമ്പോൾ വളരെ സാധാരണ പോലെ ചേച്ചി അങ്ങ് പറഞ്ഞാൽ മതി, ഇത് കുഴപ്പമില്ല, എന്നാൽ ഇച്ചിരി കൂടെ അത് അങ്ങനെ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊന്ന് ഇത് എന്തൊരു കഷ്ടമാണ്, ഇത് ശരിയാവുന്നില്ലല്ലോ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന്, ഈ കഥാപാത്രം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോഴും അതിൻ്റെ വെയിറ്റ് എനിക്കറിയില്ല. അമ്മ വേഷം അത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചു പോയി വിഷമം ആയി എനിക്ക്. ഒന്നും കിട്ടുമൊന്നുമില്ല. വിഷ്ണുവിന് ഒരു മുഖത്തൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ അതോട്ട് ഞാൻ ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ കോള് ഓക്കെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്യൂ, എന്നെ എടുത്തോ, അപ്പോൾ അത് ഓക്കെ ആയിരുന്നോ ഞാൻ ചെയ്തതൊക്കെ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ വിഷ്ണു അതങ്ങനെ പറയാത്ത കാരണം ഞാൻ ഇതേ സംഭവം ആ സീക്വൻസ് തന്നെ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാനിങ്ങനെ ബലം പിടിച്ച് നിന്ന് പറഞ്ഞു, ഇത് ഇടാൻ പാടില്ലല്ലോ, ഇത് ഇത്രയും പറയരുത് ചേച്ചി, ഇങ്ങനെ ഓവറാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് വിഷ്ണു ഓടി വരുവാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അജു ഉണ്ട്, ഞാനുണ്ട്, ആനന്ദ് മന്മഥനുണ്ട്, എല്ലാവരും സഹീർ മുഹമ്മദ് ഇക്കുണ്ട്, എല്ലാവരും നിൽക്കുന്ന ഷോട്ടാണ്. അപ്പോൾ വിഷ്ണുവോട് ചേച്ചി അന്ന് ഓഡിഷൻ ചെയ്തവരും ചെയ്യാത്തത്. അപ്പം ഞാൻ അല്ല അത് കുറച്ച് ഓവറായിരുന്നു വിഷ്ണു പറഞ്ഞു. അയ്യോ അതല്ല, അതിട്ടാൽ മതി ഇവിടെ അങ്ങനെ പറഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ ഓരോ സീക്വൻസിൽ ഇടേണ്ടത് എന്താണെന്ന് നമുക്ക് വേർതിരിച്ചറിയുന്നില്ല. ഇത് ഓവറാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ ഒരു തെറ്റായ ഒരു ധാരണയായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് പിന്നെ അത് വളരെ അതാണ് ആഡംബരം വേണം എൻ്റെ മോൻ അവിടെ 10 കാശുണ്ടാക്കണം അറിയട്ടെ എല്ലാവരും, അങ്ങനത്തെ ഒക്കെ ഒരു അത് കുറച്ചിങ്ങനെ ഓവറായിട്ട് പറയേണ്ടതാണ്. അപ്പം ഞാനത് ബലം പിടിച്ച് വിഷ്ണു എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. വിഷ്ണു എങ്ങനെയാണോ അത് വേണമെന്ന് വിചാരിച്ചത് അത് വിഷ്ണു കറക്റ്റായിട്ട് നമുക്ക് തരും. പിന്നെ
മക്കളെ എന്നൊക്കെ വിളിക്കുന്ന ചിലപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക് നമ്മൾ തിരുവനന്തപുരംകാർ മക്കളെ അത് ചെയ്യും, മക്കളെ ഇത് ചെയ്യുന്നു, അതൊക്കെ ഞാൻ കൈ നിട്ടിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയെല്ലാം എന്താണോ അതിനകത്ത് ചെയ്തേക്കുന്നത് അത് ഫുള്ള് വിഷ്ണു പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും വിഷ്ണുവിനാണ് അതിൻ്റെ. വിഷ്ണുവിന് എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക, നമുക്കൊരു ഭയങ്കര എനിക്കൊരു എന്നെ അതിനകത്തേക്ക് എടുത്തല്ലോ, ഇത്രയും വലിയൊരു റോൾ എനിക്ക് ഏൽപ്പിച്ചല്ലോ എന്നൊക്കെ ഉള്ളത് എനിക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആ സീരീസും വളരെ നന്നായി പോയി. അത് എനിക്ക് കുറച്ച് തിരിച്ചറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു എൻ്റെ കരിയറിൽ. ഇപ്പോൾ ചേച്ചി വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂല്ലോ അല്ലേ ആക്ടിങ്ങിലേക്ക് വന്നിട്ട്. പിന്നെ അപ്പോൾ അതിന് മുമ്പ് ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നു അല്ലേ? അപ്പോൾ എന്തായിരുന്നു, അപ്പോൾ അതായിരുന്നോ ഇൻട്രസ്റ്റ്, അതോ ആ സമയത്ത് സാഹചര്യം കൊണ്ട് അതിലാണ് എത്താൻ പറ്റുക എന്നുള്ളതുകൊണ്ട് അങ്ങനെ എത്തിയതാണോ, എങ്ങനെയാണത്? അത് ശരിക്കും എൻ്റെ കരിയർ തുടങ്ങുന്നത് തന്നെ മീഡിയയിലാണ്. ഞാൻ ഏഷ്യാനെറ്റിൽ സ്റ്റാഫായിട്ടാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞാണ് പ്രൊഡക്ഷനിലേക്ക് മെല്ലെയാണ്. ആദ്യം ഫ്രണ്ട് ഓഫീസൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഉള്ളിൽ കുറച്ച് എൻ്റെ അച്ഛനെ കുറച്ച് പാടും നാടകമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അങ്ങനെ നമ്മുടെ വീട്ടിലങ്ങനെ ഇതൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാനൊന്നുമുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛൻ. അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അച്ഛൻ പട്ടാളത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെ ഇരിക്കണം എന്ന് വരെ വീട്ടിൽ നമ്മളിങ്ങനെ ചുമര് അയ്യോ പട്ടാളത്തിലുള്ള പോലെയാണ് ഇത് ചുമരില് തലയിലെ എണ്ണമയം ചുമരിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്നത് നമ്മളിങ്ങനെ ഇരിക്കും, അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഞാൻ അത്ര ഭയങ്കര ഒരു ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്, അനുസരിക്കുന്ന ഒരു മോളാണ്. അപ്പം എല്ലാം ഈ പറയുന്ന ചിട്ട അനുസരിച്ചിട്ടാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അമ്മ ഹൗസ് വൈഫായിരുന്നു. അപ്പോഴാണ് ഏഷ്യാനെറ്റിലൊരു ഇത് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, മോളെ ജോലിയാണ് ഏറ്റവും, അമ്മ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന അന്നത്തെ അമ്മമാർക്കൊരു ജോലിയാണ്, ആ മക്കൾ ഇൻഡിപെൻഡൻ്റ് ആണ്, പ്രത്യേകിച്ച് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ്, പിന്നെ അതിൻ്റെ ഒരു ജോഗ്രഫി അവർക്ക് അറിയായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ജോലി കിട്ടിയാൽ കളയരുത് എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, MA ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ജോലി കിട്ടുന്നത്. എന്നിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ ചാടി കയറി. അപ്പോൾ ഈ ഫ്രണ്ട് ഓഫീസിലേക്കായിരുന്നു അന്ന് വിളിച്ചിരുന്നത്, ഫ്രണ്ട് ഓഫീസിലേക്ക്. പക്ഷേ അതെൻ്റെ വലിയൊരു കരിയർ തുടങ്ങാൻ എനിക്കത് മീഡിയയിൽ അങ്ങനെ എങ്ങനെയോ ഞാൻ വന്ന് പെട്ടതാണ്. എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നു, പ്രൊഡ്യൂസർ ആവുന്നു. അപ്പോൾ പ്രോഗ്രാം അപ്പോൾ എനിക്ക് തോന്നി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷനിലേക്ക് മാറുന്നതാണ് എനിക്ക് നല്ലതെന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിലേക്ക് മാറി. എനിക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ ഇതിനെക്കുറിച്ച്, ക്യാമറ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാത്ത ഒരാൾ. അതിൻ്റെ ഒരു കുറവ് എപ്പോഴും എൻ്റെ ഒരു ഇതിലാണ്. ഞാൻ അന്ന് ചെറുപ്പമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടായിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൽ പ്രൊഡ്യൂസർ ആവുന്നത്. പക്ഷേ അന്ന് സിംഗിൾ ക്യാം ഷൂട്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഒരാളിരിക്കുന്നു, നമ്മളെ കൂടെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ. നമ്മൾ പ്രൊഡ്യൂസറായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി എല്ലാ കോർഡിനേഷനും ചെയ്യണം. ഒരു ഡയറക്ടർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്യണം നമ്മൾ സ്റ്റാഫായിട്ട്. അത് പക്ഷെ എന്നെ കൊണ്ട് കോർഡിനേഷനൊക്കെ പക്കയാണ്. ഞാൻ ഏതാ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്? യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നമിത സുരേഷിന്റെ ഒരു, മലയാളം തീരെ അറിയില്ല നമിതയ്ക്ക്, അതിന് ഭയങ്കര ട്രോള് ഏറ്റുവാങ്ങിയ ഒരു പരിപാടിയാണത്. അപ്പോൾ അത് ആദ്യം ഡയാന സിൽവസ്റ്ററൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഡയാനയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക് നമിതയെ വെച്ച് കുറേ നാൾ ഞാനത് യുവർ ചോയ്സ്. പിന്നെ ഈ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്പോൺസറിൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ അവിടെ പെട്രോൾ BPL ആണ് അത് സ്പോൺസർ ചെയ്യണമെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ ചെന്നിട്ട് അങ്ങനെ ചെയ്യും. അപ്പം എൻ്റെ കൂടെ ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ എൻ്റെ ഒപ്പം വിടും അമ്മമാർ. ഞാനൊരു സ്ത്രീയാണല്ലോ, പ്രൊഡ്യൂസറാണല്ലോ, അതുകൊണ്ട് അതൊരു വലിയ സന്തോഷമായിരുന്നു. അവർക്കൊരു അന്നത്തെ കാലത്ത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെ അങ്ങനെയൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ കുറേ പ്രോഗ്രാം ചെയ്തു. പിന്നെ വലിയ 3 ക്യാം ഷൂട്ട്സ്, നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയുടെ അന്നത്തെ ആദ്യകാല വോയിസ് ഓഫ് ദ വീക്ക്, സരിഗമ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഫ്ലാറ്റ് ക്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. അന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏഷ്യാനെറ്റിലെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ആൾക്കാരെ, ഇത്രയും മാധ്യമപ്രവർത്തകരെ, ശശികുമാർ സാറ്, അജിത് ഭാസ്കരൻ, സക്രിയ സാറ്, അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ അടുത്ത് കാണുന്നു, അടുത്തറിയുന്നു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷേ കുറച്ച് നാളെ, ഒരു 5 വർഷം ഞാൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു. പിന്നെ ഞാൻ മറ്റു ജോലികളൊക്കെയാണ് വിവാഹശേഷം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വേറെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. ഇവിടെ എറണാകുളത്ത് തന്നെ പല സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. ദുബായിൽ ഞാനൊരു ചാനലിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ച് നാട്ടിൽ വന്നിട്ടാണ് പിന്നെ ജോയ് ആലൂക്കാസ്,
പിന്നെ അവിടുത്തെ HR ചെയ്തു. പിന്നെ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നും എല്ലായിടത്തും വന്ന് പോയിട്ട് മെഡിക്കൽ ട്രസ്റ്റ്, ഹോസ്പിറ്റൽ ഫീൽഡ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കണ്ട പെട്ടെന്ന് എമ്പത്തറ്റിക്കാവും. ഞാൻ ഭയങ്കര വിഷമമുള്ള ആളാണ് ഇങ്ങനത്തെ കാണാൻ. അത്രയ്ക്കുള്ള കട്ടിയൊന്നുമില്ല മനസ്സിന്. ഇപ്പോഴും സിനിമ കണ്ടാൽ തന്നെ ഞാൻ കണ്ണടച്ചിരുന്നിട്ടാണ് ഫൈറ്റ് സീനും ഭയങ്കര സീനൊക്കെ കാണുന്നത്. അങ്ങനെയുള്ള ആളാണ് ഞാൻ ഹോസ്പിറ്റലിൽ. പക്ഷെ അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ അങ്ങനെ ആവും. നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു രീതി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാലറി ആയിരിക്കും നമ്മുടെ അവിടുത്തെ ഒരു അട്രാക്ഷൻ. അപ്പം നമ്മളവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ ഞാൻ 1 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ബിൽഡറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഒരു 10 വർഷത്തോളം ഇവിടെ ഒരു ബിൽഡർ, ഒലീവ് എന്ന് പറഞ്ഞ ബിൽഡറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്നൊക്കെ പിന്നെ ഇറങ്ങിയിട്ടാണ് മെല്ലെ മെല്ലെ വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് എത്തിയത് ഇങ്ങനൊരു കാര്യത്തിലേക്കാണ്. അതിൻ്റെയൊക്കെ ഒരു പോക്കായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്കറിയില്ല. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ വിചാരിക്കുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ പോവും എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. വേറെ എന്തൊക്കെ കുറേ ഫാക്ടേഴ്സ് ഇതിനെ കൊണ്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ വിചാരിക്കും എന്താണോ വഴി അത് തനിയെ വരും. നമ്മളങ്ങ് ഒരു പ്ലാനിങ്ങും വർക്ക് ആവത്തില്ല. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലൊക്കെ ഞാൻ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ. പിന്നെ ഞാൻ എന്തിനും ഞാനിങ്ങനെ ഒരുപാട് വിചാരിക്കുന്നു ഒരു കാര്യം അത് വിട്ടേക്കാം. എന്നാലും ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. മക്കളുടെ കാര്യത്തിൽ വരും. എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ വളരെ കൂളാണ്. എന്താണോ വരുന്നത് അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഇപ്പം ഞാൻ ഇതൊക്കെയാണ് എൻ്റെ വർക്കിൻ്റെ ഒരു. അല്ല, ഞാനിപ്പോൾ അതല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഏഷ്യാനെറ്റിൽ പോണു, അവിടുന്ന് അഡ്മിനിസ്ട്രേഷനിൽ പോയിട്ട് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവുന്നു, അവിടെ ഒരു ഫേസ്, പിന്നെ പല പല സ്ഥലത്ത് ജോലി ചെയ്ത് ഈ ആക്ടിങ്ങിലേക്ക് എങ്ങനെ വന്ന് ലാൻഡ് ആവണത്? അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 2016-17 ആണെന്ന് തോന്നുന്നു. അത് എൻ്റെ മോൾക്ക്, എൻ്റെ 2 പെൺകുട്ടികളാണ് എനിക്ക്. മൂത്തയാൾ ധ്വനി, ചെറിയ ആൾ ധാത്രി. അപ്പോൾ ചെറിയ മോൾക്കൊരു ഓഡീഷൻ, വിജയ് സൂപ്പറും പൗർണമിയും, ജിസ് ജോയുടെ ഒരു ഫിലിം. അപ്പോൾ അതിന് ഓഡീഷൻ കൊടുക്കുന്നു. അപ്പോൾ അത് അവൾ ഓക്കെ ആവുന്നു. അപ്പോൾ അങ്ങനെ അവളുടെ ഒപ്പം ഞാൻ പോവാണ്. പോയിട്ട് സാധാരണ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ മക്കളിൽ ഭയങ്കര നന്നായിട്ട് അവർ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു ചെറുതിൽ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് മക്കൾ നന്നായി, നമുക്ക് കിട്ടാത്ത ആ ഒരു ഇതൊക്കെ മക്കൾക്ക് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് വിടുന്നു. എൻ്റെ അച്ഛനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്നില്ല, പാട്ട് പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ആയിരുന്നു എൻ്റെ അച്ഛനും. അപ്പം ഞാൻ പക്ഷേ ഇവരെ എങ്ങനെ വേണം, ഇവരെന്തിലാണോ ഇവർക്ക് ഇൻട്രസ്റ്റ് അതിൽ ഞാൻ വിടും. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അതുകൊണ്ട് ഇവൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഓഡീഷൻ ആരോ പറഞ്ഞു, മോള് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നതൊക്കെ അവർ കണ്ടിട്ട് അവർ പറഞ്ഞു അയച്ചു കൊടുത്തൂടെ എന്ന് വെച്ചാൽ അങ്ങനെ അയച്ചതാണ്. അവളെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവൾ അഭിനയിക്കുന്നതൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡയറക്ടറെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മോളുടെ എന്തോ കാര്യം പറയാനാണ് വിളിക്കുന്നതാണ്. ഞാൻ ഓടി ചെല്ലുമ്പോൾ ചേച്ചി ഇതിലൊരു റോളൊന്ന് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ. പക്ഷെ അപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ അത് ഒരു വിഷമമൊന്നും വിചാരിക്കേണ്ട ചേച്ചി, അത് ചെയ്താൽ മതി ചേച്ചി. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ചു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, സിനിമയാണല്ലോ. അപ്പം നമ്മളത് ആദ്യമായിട്ട് എന്നെ സിനിമയിൽ ജിസ് ജോയ്ക്ക് എങ്ങനെയാണത് തോന്നിയതെന്ന് എനിക്കിപ്പോഴും. അതുകൊണ്ട് ജിസ് ജോയ് ആണ് എൻ്റെ ഒരു ഇവിടെ സിനിമയിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ട ഒരാൾ കേട്ടോ. അങ്ങനെയാണ് ഞാൻ മോളുടെ കൂടെ പോയിട്ട് മോളെ അഭിനയിക്കാൻ കൊണ്ടുപോയി അഭിനയിച്ച അമ്മയാണ് ഞാൻ. എന്നിട്ട് അന്നത് ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഉള്ളൊരു ഷോട്ടൊക്കെ എടുത്ത്. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതിൻ്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് അതിന് മുന്നേ ഞാനൊരു നാടക ക്യാമ്പ്, സ്ത്രീകളുടെ ഒരു നാടക ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുകയും എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് നാടകം, ഈ തെരുവ് നാടകോത്സവം ഇവിടെ PJ ആൻ്റണി നാടകോത്സവത്തിൽ ഞങ്ങളുടെ ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് കേട്ടോ, സ്ത്രീകളും കുട്ടികളും മാത്രം. അങ്ങനത്തെ ഒരു ആ ക്യാമ്പിൽ നിന്ന് വന്ന എല്ലാ സ്ത്രീകളെയും വെച്ചുകൊണ്ട് ആ നാടകം ചെയ്യും. അങ്ങനെ ആ നാടകത്തിൻ്റെ ഒരു ബേസ് ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തത് ആ ക്യാമ്പിലായിരുന്നു. അത് എനിക്ക് പറ്റും, എനിക്ക് അഭിനയിക്കാൻ പറ്റും, എനിക്ക് അതിനകത്ത് ഭയങ്കര ഒരു സന്തോഷം. തിയേറ്റർ ചെയ്യുമ്പോൾ അതിങ്ങനെ പബ്ലിക്കിനിടയിൽ നിന്ന് ചെയ്യുന്നു, അവരത് അപ്രീസിയേഷൻ തരുമ്പോൾ ഒക്കെ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇത് ഭയങ്കര ഒരു പാഷനാണല്ലോ എൻ്റെ ഉള്ളിൽ. ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് എനിക്ക് ഇത്രയും സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ, സിനിമ കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല, നാടകം തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത് വളരെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ജിസ് ജോയ്ക്ക് അറിയത്തേ ഇല്ല ഞാൻ തിയേറ്റർ ചെയ്തതൊന്നും അറിയില്ല.
പക്ഷെ അതിങ്ങനെ വന്നു പെട്ടു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അത് 100 ദിവസം ഓടി. അത് 100 ദിവസം ഓടിയെന്ന് മാത്രമല്ല, അതിൻ്റെ ആ ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുമാതിരി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രോഫി ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഓസ്കർ കിട്ടിയ പോലെയാണ് ഞാൻ പോയി. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അതൊരു കുടുംബചിത്രമാണെന്ന്. അതെ അതെ, ഫാമിലി പാക്കായിരുന്നു അതിനകത്ത്. അത് ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ സമ്മാനമൊക്കെ മേടിക്കും മുമ്പ് എനിക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴേ, എന്നുവെച്ചാൽ ആദ്യത്തെ സിനിമ. അപ്പം എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ അത് കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ സിനിമയുടെ ഒരു ജാതകവും അറിയില്ല. മീഡിയയിൽ വർക്ക് ചെയ്ത ആളാണ്, പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ഇൻ ഹൗസ് സംഭവങ്ങൾ സിനിമയ്ക്കുള്ളിൽ അതൊന്നും നമുക്കറിയില്ല. നമ്മൾ എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ അതെ മഞ്ജുശ്രീ ഉണ്ടെന്ന് വരും അഭിനയിക്കാന്ന് പറഞ്ഞു ആരും നമ്മളെ വിളിക്കില്ലല്ലോ. അതെനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ ചോദിച്ചു, ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും നല്ലതെന്ന് പറയുന്നു, ഇപ്പം തന്നെ എനിക്ക് അടുത്ത കോൾ വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ പിന്നെ മക്കളന്ന് കുഞ്ഞായിരുന്നു, ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ വെടിക്കെട്ടാണ് പിന്നെ ഒരു കമേഴ്ഷ്യലായിട്ട് പിന്നെ ചെയ്ത ഒരു പടം. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ്. അപ്പോ വെടിക്കെട്ട് പറഞ്ഞ പോലെ വന്നതാണോ? അല്ല, വെടിക്കെട്ട് നമ്മുടെ നാടകം ഇവിടെ കാട്ട് എന്ന് പറഞ്ഞ നോർത്തിലൊരു സംഘടന ഉണ്ടായിരുന്നു. അവരാണ് ആ ക്യാമ്പും നാടക ഉത്സവമൊക്കെ നടത്തിയത്. അപ്പൊ അവിടെ ഇവർ ഓഡീഷന് വിഷ്ണുവും ബിബിനും ആയിരുന്നല്ലോ അതിന്റെ സംവിധായകർ. അപ്പൊ അവരവിടെ ഓഡീഷൻ അവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നോക്കുമായിരുന്നു ആൾക്കാരെ. അപ്പൊ എന്നെ അവിടെ നിന്ന് വിളിച്ചു, മഞ്ജുജി ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓഡീഷൻ തന്നെയായിരുന്നു. മിക്കവാറും ഒക്കെ കുറേ ഓഡീഷൻ തന്നെയാണ്. ഞാൻ ഓഡീഷൻ അപ്ലൈ ചെയ്യുന്നു, ഓഡീഷന് പോയി ചെയ്ത് കാണിക്കുന്നു. ചിലതൊക്കെ കിട്ടും, ചിലതൊക്കെ വിട്ട് കളഞ്ഞതും കൊണ്ട് തന്നെ എൻ്റെ ചിലപ്പോൾ കുറച്ചുകൂടെ പ്രായമായവരായിരിക്കും അവർക്ക് വേണ്ടത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നെ അങ്ങ് നരയിട്ടങ്ങ് പ്രായമാക്കിക്കൂടെ, അത് മതി, എനിക്ക് പ്രായമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നരയാക്കി ഒരു 60-70 പിടിക്കാൻ നമുക്ക് എന്ന മനസ്സിൽ ഞാൻ വിചാരിക്കും. പക്ഷെ അവർക്കതല്ലല്ലോ, ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ ഒരാൾ കാസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം, എന്ത് വേണം എന്നൊക്കെ ഉള്ളത്. എനർജി ലെവൽ വരെ അവർ നോക്കും. അങ്ങനെ തണുത്ത ഒരു അമ്മയാണോ വേണ്ടത്, ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു അമ്മ, അതുവരെയും ബാലൻസ് ചെയ്തിട്ടാണ് അവരൊരാളെ കാസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ്, അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയ റാണി മിണ്ടാതിരിക്കും. ഞാൻ കഥ എന്നിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് കേട്ടോണ്ടിരിക്കുക. അതല്ല, ഇപ്പോ പിന്നെ അത് കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞപ്പോ പിന്നെ ശരി ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ തോന്നിയത് അപ്പോഴാണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനപ്പോൾ എങ്ങനെ പോകണം എന്നുള്ളതിന് എനിക്കൊരു ഉത്തരം അവിടെ കിട്ടി. ഓഡിഷൻസ് വരും, ഓഡിഷൻസിന് കൊടുക്കണം. അപ്പോൾ എൻ്റെ മൂത്തയാൾ എപ്പോഴും പറയും, അമ്മ ഇത് ഓഡിഷൻസിന് വിളിക്കുമ്പോൾ അമ്മ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ടാണ് കേട്ടോ. അവർ സ്വയം എല്ലാം മാനേജ് ചെയ്യാനായിട്ട് അവരും കൂടെ എൻ്റെ ഒപ്പം നിന്നു. ഞാൻ അതുകൊണ്ട് അവരെ എപ്പോഴും ഞാൻ ഓർക്കും. വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു സമയമൊന്നും, ആ സമയം ആരോഗ്യമില്ല, അതാണ് സത്യം. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു, ഇവർ ഓരോന്നിനും എന്നെ ഇങ്ങനെ ശാഠ്യം പിടിച്ചിരുന്ന കുട്ടികളാണെങ്കിൽ എനിക്കൊന്നും പറ്റില്ലായിരുന്നു. അവരാണ് അമ്മ ഓഡിഷൻ കൊടുക്കുക, പൊക്കോ, എനിക്ക് ഒരാഴ്ച ഷൂട്ട്, കുഴപ്പമില്ല ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്ന അവരാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് എപ്പോഴും ഞാൻ എവിടെയും ഞാൻ അവരെ ഓർക്കും ഞാനത് പറയുമ്പോൾ. അപ്പോൾ അവളാണ് ഓഡിഷന് കൊടുക്കണം എന്ന് പറഞ്ഞ്, എന്നിട്ടാണ് മധുര മനോഹര മോഹത്തിൻ്റെ ഓഡിഷന് അങ്ങനെയാണ് എനിക്ക് വന്നത് പോകുന്നത്. അപ്പോൾ സ്റ്റെഫി ഓഡിഷൻ ചെയ്തിട്ട് നമുക്ക് അപ്പോഴൊന്നും റിപ്ലൈ കിട്ടത്തില്ല. ചിലപ്പോൾ അപ്പം തന്നെ അവർ ഓക്കെ ഒന്നും പറയില്ല, അവർ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെയാണ്. പിന്നെ എന്നെ വിളിക്കുമ്പോൾ എനിക്കത് ഭയങ്കര, എനിക്ക് ഈ ഓഡിഷനിൽ കൂടെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളതിന് ആപ്റ്റാണെന്ന്, നമുക്കത് എന്തോ ചെയ്യാനുണ്ട് എന്ന് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ഘടകമാണ് ഈ ഓഡിഷനിലൂടെ കിട്ടുമ്പോൾ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു മധുര മനോഹര മോഹം, അതെ, സൈജുവിൻ്റെ അമ്മയായിട്ട് ഞാൻ പോലും അറിയാതെയാണ് അത് പലതും ഇതുപോലെ വന്നു ചേരുന്നതാണ്. ഇപ്പം ആക്ടിങ്ങിലേക്ക് വന്നു, ആക്ടിങ് ഇത്രയും സീരിയസ് ആയിട്ട് കാണും. ഇപ്പം കേട്ടിടത്തോളം വളർന്നു വരുന്ന സമയത്തൊന്നും ഒരു തരത്തിലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അതോ കിട്ടിയിരുന്നോ? അച്ഛൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, സ്കൂളിലും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലും ഒക്കെ അച്ഛന് കുഴപ്പമില്ല. അച്ഛൻ ഓക്കെ ആവുന്ന ചില ഏരിയാസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ അച്ഛൻ കംഫർട്ട്. സ്കൂളിൽ ചെയ്യാം, കോളേജിൽ ചെയ്യാം. റെസിഡൻസിൽ ഞങ്ങളുടെ ശാസ്ത്രി നഗർ എന്ന് പറഞ്ഞ റെസിഡൻസ് ഏരിയ ആണ്. അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവിടെ നാടകം, പാട്ട് ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു അപ്പം നാടകം ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് നമ്മളത് മറക്കും, നമ്മളെ മറക്കും, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചില സമയത്ത് ഞാനവിടെ ഏഷ്യാനെറ്റിൽ പ്രൊഡ്യൂസർ ആയിരുന്നല്ലേ എന്ന് ഞാനിങ്ങനെ, അതെന്താണെന്നറിയോ, അത് നമ്മൾ സ്ത്രീകൾക്കുള്ളൊരു സംഭവമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ സ്വയം മറന്ന് ഒതുങ്ങുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഫ്ലറിഷ് ചെയ്യലൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുക. നമ്മൾ ഉണ്ടായിരുന്നു പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മളൊന്നും ചെയ്യാത്തതായിട്ടേ അവർക്കും തോന്നുന്നു. അവർ വിചാരിക്കും ആരും എന്നെ തടഞ്ഞിട്ടില്ല. അതാണ് സത്യം. അതാണ് നമ്മൾ
മറ്റേ ഇത് ഉള്ളി കിടക്കുവാണ്, അമ്മ ചെയ്യുന്നത് കാണുന്നു, അമ്മമ്മ ചെയ്യുന്ന കാണുന്നു, ഇതെല്ലാം ഉള്ളി കണ്ടീഷൻഡ് ആയിട്ട് ഞാൻ സ്വയം എടുക്കുന്ന തീരുമാനമാണിത്. അപ്പൊ എനിക്ക് മീഡിയ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ വിവാഹശേഷം എന്നെ ആരും തടഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കി പല കാര്യങ്ങളും എനിക്ക് ആ സിറ്റുവേഷൻസ് അറിയാലോ എൻ്റെ വീട്ടിലെ. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചെറുതാണ്, അപ്പം ഇതൊക്കെ പ്രശ്നമാണ്, ഇവിടെ എല്ലാം താളം തെറ്റും എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു. ചിലപ്പോൾ താളം തെറ്റിയാൽ അതങ്ങ് നടന്നു പോയേനെ. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എനിക്കത് പറ്റില്ല, അവിടെ കോംപ്രമൈസ് എനിക്ക് പറ്റില്ല. എൻ്റെ കുട്ടികൾ നല്ലതായിട്ട് വേണം, എൻ്റെ കുട്ടികൾക്ക് ആ സമയത്തൊക്കെ എല്ലാം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കണമല്ലോ. കഥ പറച്ചിൽ എല്ലാത്തിനും എല്ലാവരും ഞാൻ 2 മക്കളെയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് നഷ്ടമായതൊക്കെ ഇവർക്ക് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാനാണ് ഇപ്പോൾ അവരെക്കാട്ടിലും സജീവമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെയും എണ്ണുന്നുണ്ട്. നമുക്ക് മലയാള സിനിമയിൽ എല്ലാ കാലത്തും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന അമ്മമാർ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മമാർക്കൊട്ടും പഞ്ഞയില്ല, അപ്പോഴും നമ്മളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലൊക്കെ വേറെയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും വേറെയാണ്. കറക്റ്റ്. അപ്പോൾ ആ രീതിയിൽ ചേച്ചി ഇതിനെ വേറൊരു ആംഗിളിൽ ഇപ്പോൾ നോക്കി കാണാറുണ്ടോ? ചേച്ചി എന്ന ആർട്ടിസ്റ്റ്, ആക്ടർ ആരാണെങ്കിലും നമ്മൾ ഓരോന്ന് അഭിനയിച്ച് കഴിയുമ്പോഴും ഉണ്ടല്ലോ, എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്തിരി കൂടെ നന്നാക്കായിരുന്നു, പക്ഷെ അവിടെ പറഞ്ഞാൽ ശരിയായില്ല, അല്ലെങ്കിൽ ഡബ്ബിങ് ശരിയായില്ല എന്നൊക്കെ എനിക്ക് ഓരോന്ന് കഴിയുമ്പോഴും തോന്നും. അതുപോലെ തന്നെ ഈ മുഴുനീളം നമ്മൾക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ തരുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലാണ്. എല്ലാവരെയും കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു പേഴ്സണൽ ഇത് എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതിയോ, എക്സ്പ്രഷൻ ഇടുമ്പോൾ ഇത്രയും മതിയോ എന്നൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യും. അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നതും വളരെ കീനായിട്ട് ഞാനിങ്ങനെ നോക്കി കാണും. പണ്ട് കണ്ട പോലെ അല്ല ഞാനിപ്പോൾ സിനിമ കാണുന്നത്. പണ്ട് ഞാൻ വെറുതെ കണ്ടിട്ട് ഞാനപ്പോൾ സന്തോഷിക്കുന്നു. എല്ലാവരും എനിക്ക് അഭിനയിക്കുന്ന കുറേ പേരെയൊക്കെ കാണുന്ന ആക്ടിങ് ഇഷ്ടമാണ്. ഹിന്ദി ആയാലും മലയാളം ആയാലും തമിഴായാലും ഒക്കെ നമ്മൾ സന്തോഷമായിട്ട് കണ്ടിട്ട് പോകും. അതിനകത്ത് ഞാൻ ഒന്നും അതിനെക്കുറിച്ച് വിശകലനം ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ്. ഞാൻ വിചാരിക്കും ഞാൻ തന്നെ അറിയാതെ എന്നെ ഞാനൊന്ന് മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെ ആയിരിക്കും ഞാനത് ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക എന്ന് ഇങ്ങനെയൊക്കെ ആലോചിക്കും ഞാൻ കുറേ. അത് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. നമുക്കൊരു നല്ലതാണെന്ന് പറയുമ്പോൾ അയ്യോ അടുത്തതിൽ വരുമ്പോൾ ഇവർ നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിലോ എന്നൊരു ചിന്ത നമുക്ക് വരും സ്വാഭാവികം. അപ്പോൾ അടുത്ത് ഇതിൽ നന്നാക്കണോ, നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ അനുസരിച്ച് ചെയ്താൽ മതി, ഇല്ല ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ഈ ലൈനിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ലൈൻസൊക്കെ വായിച്ചൊക്കെ ഓരോരുത്തരും അഭിനയിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. വല്ലതും പിടികിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇംപ്ലിമെൻ്റ് അത് നമ്മൾ കാണുന്നല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ റിഹേഴ്സൊന്നും ഞാൻ ചെയ്ത് നോക്കുന്നില്ല. പക്ഷെ ആ ഷോട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഓവർ ആവാൻ പാടില്ല. അതൊക്കെ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടാവും. നമ്മൾക്കറിയാം റാണി ഇപ്പോൾ അഭിനയിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ലൈനിനുള്ളിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ സീൻസൊക്കെ ആണെങ്കിൽ ഒറ്റ ടേക്കിൽ ചിലപ്പോൾ ഞാൻ ഓക്കെ ആയിരിക്കും. 2ാമത് 3ാമത് ക്ലോസും ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം പോയി കിട്ടും. സംഭവിക്കാവുന്നത് എനിക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെയാണോ ഇന്റർവ്യൂ? എനിക്ക് ഭയങ്കര അതുകൊണ്ട് ഞാൻ വിചാരിക്കും നമ്മൾക്ക് പറയാനുള്ള സ്പേസ് ആയിട്ടില്ല. നമ്മൾ ഒറ്റ ടേക്കിൽ നമുക്ക് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഈ ടെക്നിക്കൽ സൈഡും കൂടെ അവരുടെ മനസ്സും കൂടെ നിന്ന് ചിന്തിക്കും. പൊതുവേ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്. കൂടെ നിൽക്കുന്നവർക്ക് ഫീൽ ചെയ്യുമോ, കൂടെ നിൽക്കുന്നവർ അങ്ങനെ ഹേർട്ട് ചെയ്യാൻ ഞാൻ പൊതുവേ ശ്രമിക്കാറില്ല. പറയേണ്ടത് ഞാൻ പറയും, പക്ഷെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഈ ടെക്നിക്കൽ വശങ്ങളും കൂടെ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അയ്യോ അവർക്കത് തെറ്റിപ്പോയെങ്കിൽ നമ്മളതൊന്നുകൂടെ ചെയ്യണമല്ലോ, അപ്പം ഇത് മതി, അയ്യോ ഇത് ഓക്കെ ആണോ ഒന്നുപോലും ഞാൻ ചോദിക്കത്തില്ല. ഇത് എൻ്റെത് ഓക്കെ അല്ലേ, ഇനി മാറ്റണോ ഒന്നും ഞാൻ ഓക്കെ ഒന്നുകൂടെ എടുക്കണം ചേച്ചി, ഓക്കെ ഒന്നുകൂടെ എടുക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്നിട്ട് ചേച്ചി പഴയ സിനിമകൾ കാണുന്നുണ്ടാവാമല്ലോ വീണ്ടും ഓരോരുത്തരുടെ പെർഫോമൻസ് ഒക്കെ നോക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു ഇഫ് ഗിവൺ എ ചാൻസ് അങ്ങനെ ഈ ഒരു ക്യാരക്ടർ വീണ്ടും ഈ ഒരു സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ മനസ്സിൽ? അങ്ങനെ ചോദിക്കരുത്, ഒരുപാടുണ്ട്. എനിക്ക് പഴയ KPC ലളിതാമ്മ ചെയ്ത എല്ലാം എനിക്ക് ഇഷ്ടമാണ്. സുകുമാരി ചേച്ചി ചെയ്ത ചിലതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നും. കരച്ചിലൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നും. ഇങ്ങനെ ഉർവശി ചെയ്ത പോലത്തെ കുറച്ച് ഇങ്ങനെ
വട്ടത്തരമൊക്കെ കാണിച്ച് അങ്ങനത്തെയൊക്കെ ശ്രീനിവാസൻ്റെ കൂടെ സിനിമയുടെ പേര് തലയണമന്ത്രം, അതുപോലത്തെ അതിന് കുശുമ്പും കൊണ്ടായ്മയൊക്കെ ആയിട്ട് അങ്ങോട്ട് നെഗറ്റീവ് റോൾ ചെയ്യാൻ തോന്നും. അങ്ങനത്തെയൊക്കെ ഒരുപാട് എന്നെ എനിക്കങ്ങനെ ഒരുപാട് പേരായിട്ട് അങ്ങനെ പറയാൻ എനിക്കൊരു ഉത്തരവില്ല. ഒരുപാട് ചെയ്യണം തോന്നുന്നു എനിക്ക്. തോന്നുന്നു എന്തായാലും ഇനി കൂടുതൽ അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനിരിക്കുന്ന സിനിമകൾ ഏതാണ്? JSK ഇപ്പോൾ ഇറങ്ങേണ്ടതായിരുന്നു, അത് ഇപ്പോൾ ഇറങ്ങില്ല, കുറച്ച് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ ഇനി ഇറങ്ങാനുള്ളത് ഒരു വെബ് സീരീസ് ഉണ്ട്, സോണി ലീവിലാണത്, ഐസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. പിന്നെ പരം സുന്ദരി എന്ന് പറഞ്ഞ അരുണിൻ്റെ അതിലുണ്ട്. പിന്നെ സിനിമ ഓടും കുതിര ചാടും കുതിര അൽത്താഫ് ചെയ്തത്, അത് വരാനുണ്ട്. അതൊക്കെയാണ് ഇനി ഇറങ്ങാനുള്ളത്. ഇപ്പം ഒരു ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അഭിനയിച്ച് വെച്ചിരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മുതൽ മെയ് വരെ ഇങ്ങനെ ഈ ജിംഖാന തുടരും, അത് കഴിഞ്ഞ് മെയ്യിൽ വേറെ ആസാദി, അതൊക്കെ പണ്ട് ഷൂട്ട് ചെയ്ത പടങ്ങളാണ്. അങ്ങനെ ഇറങ്ങി ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞൊരു നാടക സംവിധായകൻ സഹീർ അലി എന്ന് പറഞ്ഞ സാർ ചെയ്ത ഒരു പടം, അത് കുറേ വർഷങ്ങൾക്ക് കോവിഡിനൊക്കെ സമയത്ത് ചെയ്തതാണ്. അതിപ്പോഴാണ് റിലീസായത്. നാടകക്കാർ ഉണ്ടായിരുന്നൊരു ഫിലിമായിരുന്നു, ഫെസ്റ്റിവലിലൊക്കെ പോയ ഫിലിമായിരുന്നു അത്. അപ്പം ഞാൻ നോക്കുമ്പോൾ മെയ്യിൽ 4 ആഴ്ചകളിലും എൻ്റെ 4 പടങ്ങൾ ഒരേ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു കേട്ടോ. ഞാൻ സ്വയം ആലോചിച്ചാണോ അത് ശരി, ജിംഖാന ഇവിടെ ഓടുന്നു, തുടരും അപ്പുറത്ത് ഓടുന്നു, ഡ്രമാറ്റിക് ഇവിടെ ആസാദി ഇപ്പുറത്ത്, അങ്ങനെ ഞാൻ വിചാരിച്ചു അതെനിക്കൊരു വലിയ സന്തോഷം തരുന്ന കാര്യം. ഞാൻ തന്നെ സ്വയം പറയണമല്ലോ, അല്ല വേറെ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ ഈ 4 അങ്ങനെയല്ല, ഞാനിപ്പോൾ അത് ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം എന്തായാലും ഇനിയും ഈ സന്തോഷങ്ങളും ഇതിൽ കൂടുതൽ സന്തോഷങ്ങളും തുടരട്ടെ. ഒരുപാട് വലിയ വലിയ നല്ല നല്ല കഥാപാത്രങ്ങളും, വലുതായാലും ചെറുതായാലും കഥാപാത്രം നമ്മൾ മനസ്സിൽ രജിസ്റ്റർ ആവുക എന്നുള്ളതാണ്. അപ്പം അതായി ചേച്ചി എന്നും ഹാപ്പി ആയിട്ട് ഇതുപോലെ നമുക്ക് ഇത്തിരി ഓവർ ഡ്രാമാറ്റിക് ആയിട്ട്, ഞാനും ചേച്ചിയെ പോലെ കുറച്ച് കയ്യൊക്കെ എടുത്ത് കുറച്ച് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തൊക്കെ അതില്ലെങ്കിൽ എന്താണ്ട് കുഴപ്പം പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ അടിച്ചു പൊളിച്ച് അങ്ങ് മുന്നോട്ട് പോകാം അല്ലേ. ഈ ഒരു സമയത്തിന് ഒരുപാട് സന്തോഷം ചേച്ചി, സ്നേഹം. സന്തോഷമാണ് ഇത്രയും നേരം എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് പോവാണല്ലോ എൻ്റെ എല്ലാ കാര്യങ്ങളിലൂടെയും. വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്നും നമ്മൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ തന്നെ മറന്നു പോകും. വളരെ സന്തോഷം. താങ്ക് യു. അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.